ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലുണ്ടല്ലോ, നമ്മുടെ ചന്ദ്രമതി കാണാനായിട്ട് നമ്മുടെ ദേവികയും നമ്മുടെ ഹരിയേട്ടനും വരുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ത്യാഗരാജൻ ഇവരെ കാണുന്നുണ്ടല്ലേ. അപ്പൊ ത്യാഗരാജന്റെ അടുത്ത് നമ്മുടെ ഹരിയേട്ടൻ ചോദിക്കുന്നുണ്ട്, നന്ദൻ ത്യാഗരാജന്റെ കയ്യിലുണ്ടെന്നാണ് എല്ലാവരുടെയും സംശയം. അങ്ങനെ ഉണ്ടെങ്കിൽ അവനൊന്ന് വെറുതെ വിട്ടയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ദേവികയും പറയുന്നുണ്ട്, സർ പ്ലീസ് നന്ദനെ ഒന്ന് വെറുതെ വിടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ത്യാഗരാജൻ പറയുന്നുണ്ട്, എന്റെ കസ്റ്റഡിയിൽ ആരുമില്ല. എന്റെ കസ്റ്റഡിയിൽ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവന്റെ ശവടക്കിനുള്ള സമയമായനെ. എന്റെ മുന്നിൽ പെടാതെ നോക്കിക്കോ എന്ന് അവരോട് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ത്യാഗരാജൻ പ്ലേറ്റ് മറിക്കും കേട്ടോ. എന്നിട്ട് ത്യാഗരാജൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സിദ്ധാർത്ഥൻ സാറ് കൊന്നില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത് ബലരാമൻ സാറിന്? അത് നിങ്ങളുടെ സംശയമല്ലേ? ഇതും സംശയമായിട്ട് കൂട്ടിക്കോളൂ. നിങ്ങൾ പറയുന്നത് സാഹചര്യം നമ്മുടെ സിദ്ധാർത്ഥനെതിരായെന്നല്ലേ, ഇതും സാഹചര്യത്തിൽ ഞാൻ എതിരായി നിൽക്കുന്നു. പക്ഷെ എന്റെ കസ്റ്റഡിയിൽ നന്ദൻ ഇല്ല എന്ന് നമ്മുടെ ത്യാഗരാജൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ദേവിക ഭയങ്കരമായിട്ട് കഴിഞ്ഞു, സാർ പ്ലീസ് നന്ദനെ വെറുതെ വിടണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ദേവികനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. നീ ഉണ്ടാതിരുന്നോ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുത്തെ ചടങ്ങൊന്ന് തീർന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ത്യാഗരാജൻ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവികയെ വല്ലാണ്ടായിട്ട് ആട്ടുന്നുണ്ട് കേട്ടോ. കണ്ടുപിടി ലാസ്റ്റ് നമ്മുടെ ഹരിയേട്ടനും നമ്മുടെ ദേവികയും കൂടി ഇറങ്ങി പോകുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ദേവിക നമ്മുടെ പ്രഭാവതിയുടെ അടുത്ത് പോയി ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാമേ നമ്മള് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, മോള് നിൽക്കും, ഞാൻ ഒരാളെ കണ്ടിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവിക്ക് കൂടെ വരാന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയും, വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടിട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവതി പോകുന്നത് നേരെ നമ്മുടെ മേരി തോമസിനെ കാണാൻ വേണ്ടി ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ മേരി തോമസ് ഇവരുടെ പ്രഭാവതി ഇങ്ങനെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മേരി തോമസ് പറയുന്നുണ്ട്, സിദ്ധാർത്ഥൻ സാർ ആ തനുജയുടെ കാര്യത്തിൽ കുറച്ചുകൂടി കരുതൽ എടുക്കേണ്ടതായിരുന്നു. ആ കുട്ടിയുടെ യഥാർത്ഥ അച്ഛനമ്മയുടെ നമ്മൾ സിദ്ധാർത്ഥൻ സാർ കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, ഞാനും പറഞ്ഞതാ ആ സിദ്ധുവിനോട് ആരുടെയും മുഖം നോക്കണ്ട, അതൊക്കെ ചെയ്തോണം, അമ്മ ആരാണെന്നും പറഞ്ഞു കൊടുത്തോണം. പക്ഷെ സിദ്ധുവിനപ്പുറത്തേക്കും ജനസ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മേരി തോമസിനെ മനസ്സിലാകും. മേരി തോമസ് പറയുന്നുണ്ട്, എനിക്കിന് മാഡം ഇത്ര ദേഷ്യപ്പെടുന്നേ, അത് സാരില്ല, ഇനിയിപ്പോ എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇപ്പൊ എന്താ മാഡം എന്നെ കാണാൻ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രഭാവതിക്കാണെങ്കിൽ എല്ലാം അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് പറയാൻ പലവട്ടം നാവിൻ തുമ്പത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മേരി തോമസിനോട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ നമ്മുടെ പ്രഭാവതിക്ക്, അല്ലെ? അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വലിയ ട്വിസ്റ്റ് തന്നെ അവിടെ സംഭവിച്ചാണ് അല്ലെ. എന്തായാലും നമ്മുടെ മേരി തോമസ് അടുത്ത് തന്നെ അറിയും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തനുജ നമ്മുടെ മേരി തോമസിന് വന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, എന്റെ അമ്മയെ എത്ര വേഗം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അമ്മയെ കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു ഉത്തരം നമ്മുടെ മേരി തോമസ് എന്നായിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ പ്രഭാവതിയോട് ഇക്കാര്യം നമ്മുടെ മേരി തോമസ് പറയുന്നുണ്ട്, ആ കൊച്ചി എനിക്ക് ഒരു അപേക്ഷ കൊണ്ടുവന്ന് തന്നിരുന്നു എന്ന്. അപ്പൊ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, ഓ അപ്പൊ എത്രയും പെട്ടെന്ന് തനുജയുടെ അമ്മയുടെ അടുത്ത് എത്തുമല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ മേരി തോമസ് ഉറപ്പായിട്ടും എത്തും, ഞാൻ അതിന് നല്ല ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ മേരി തോമസിന്റെ തന്നെ മകളാണ് തനുജ എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു രംഗം എങ്ങനെയായിരിക്കും അല്ലേ കൂട്ടുകാരെ. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രഭാത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പോകുന്നുണ്ട്. അപ്പൊ പിന്നീട് നമ്മുടെ നന്ദനെയാട്ടോ കാണിക്കുന്നത്. നന്ദനാണെങ്കിൽ അവിടെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി അവരുടെ ആ ഒരു ഗുണ്ടകളുടെ അവിടെ കിടന്നിങ്ങനെ അപേക്ഷിക്കുവാട്ടോ, കേടുകയാണ്, ഇച്ചിരി വെള്ളമെങ്കിലും താന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവര് വെള്ളം പോയിട്ട് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ വായിലിങ്ങനെ ഒഴിക്കാൻ പോണ പോലെ കാണിക്കും, എന്നിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് നന്ദനെ ഭയങ്കരമായിട്ടിട്ട് ഉപദ്രവിക്കും കേട്ടോ. നീ ഇനി വെള്ളം ചോദിച്ച് ഞാൻ ഇടിച്ച് പഞ്ചറാക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ അടി ഇടിയൊക്കെ കുറെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നന്ദൻ ഭയങ്കര അവശ നിലയിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളും ഇതോടൊപ്പം തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ തനുജയായിട്ടും കാണിക്കുന്നു. അപ്പൊ തനുജ വീട്ടിൽ ഭയങ്കര ആഘോഷമാണ്. എന്റെ അച്ഛൻ അദ്ദേഹം ജയിലിൽ പോയി, എന്റെ ബ്രദർ എന്ന് പറയുന്ന വകയിൽ എന്റെ ബ്രദർ ഉണ്ടല്ലോ, അവനെ ആരാണ്ടൊക്കെ തട്ടിക്കൊണ്ടും പോയി, അവനെ നല്ല ഇടിയിടിച്ചെന്നാണ് എല്ലാവരും പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തനുജ വീട്ടിൽ കിടന്ന് ആഘോഷാട്ടോ. എന്നിട്ട് നമ്മുടെ വളർത്തച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞോ, എന്താണെങ്കിലും എത്ര വിലയാണെങ്കിലും ഞാൻ മേടിച്ചു തരും, ഇന്ന് എന്റെ വക ചെലവാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തനുജ അർമാദിക്കുന്ന ഒരു രംഗങ്ങളിലാട്ടോ കൂട്ടുകാരെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.